പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി RJDയും രംഗത്തെത്തുകയാണ്. നിസാര സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കമെന്ന് RJD സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. CPI ഇരട്ട നിലപാടെടുക്കുന്നുവെന്നും വിമർശനം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇടതുപക്ഷ മുന്നണിയിൽ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. അപ്പോൾ RJDയുടെ സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് മാതൃഭൂമിക്കൊപ്പം ഉണ്ട്. ശരിക്കും ഈ മുന്നണിക്കകത്ത് പ്രശ്നങ്ങളാണോ ഇപ്പോൾ? പ്രശ്നങ്ങളുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് സ്ഥാനം എന്ന് പറയുന്നത് യാതൊരു ഭരണഘടനാപരമായ സാധ്യതയില്ലാത്തതാണ്. ഇതിനൊരു ലെജിസ്ലേറ്റീവ് പ്രിവിലേജും ഇല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേരണ്ട എന്ന് തീരുമാനിച്ചത് ഒട്ടും ശരിയല്ല. നിസാരമായ ഒരു സ്ഥാനത്തിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, മുന്നണിയിലെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം, കരിമണലിലെ സ്വകാര്യ നിക്ഷേപം, ഇന്ധന വിലക്കയറ്റം, ഇക്കാര്യങ്ങളൊന്നും യോജിച്ച ഒരു പ്രക്ഷോഭം നടത്താൻ സഹായിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം നടത്തുന്നതിനെതിരായിട്ട് ഞങ്ങളൊരു ധർണ്ണ തനിയെ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ യോജിച്ച ഒരു പ്രക്ഷോഭം വരുമ്പോഴാണ് അതിന് ശക്തിയുള്ളൂ. CPM എന്ന പാർട്ടിയുടെ ഒരു ഏകപക്ഷീയമായ നിലപാടുകൾ മാത്രമാണ് ഇപ്പോൾ ഈ മുന്നണിയിൽ നിലനിൽക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? ഇല്ല, CPIയും പങ്കിടണം. വിനയവിശ്വം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞത് പങ്കിടണം, CPM പങ്കിടണം എന്നുള്ളതാണ്. CPI എപ്പോഴെങ്കിലും പങ്കിട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 2022 രാജ്യസഭയിൽ RJDയുടെ പ്രസിഡന്റ് MV ശ്രേംസ്കുമാർ ഒഴിഞ്ഞു. അപ്പോൾ ആ സീറ്റ് പലരും ചോദിച്ചിരുന്നു LDF മുന്നണിയിൽ. അപ്പോൾ അന്ന് ബിനോയ് പറഞ്ഞത് ഇന്ത്യൻ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രാതിനിധ്യം കുറഞ്ഞതുകൊണ്ട് ആ സീറ്റ് ഞങ്ങൾക്ക് നിർബന്ധമായി വേണമെന്ന് പറഞ്ഞു. ആ സീറ്റ് അവർ കരസ്ഥമാക്കി. 2024 ബിനോയ് വിശ്വം രാജ്യസഭ ഒഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഏത് പാർട്ടിയാണോ രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞത് ആ പാർട്ടിക്ക് തന്നെ കൊടുക്കണമെന്നാണ്. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ 2 രാജ്യസഭാ സീറ്റുകൾ അവർ കരസ്ഥമാക്കി. അതോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റുകളുടെ വിതരണത്തിൻ്റെ സമവാക്യങ്ങൾ ആകെ മാറി മറിഞ്ഞു പോയി. ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം, അതിൽ CPI എടുക്കുന്ന ഒരു നിലപാട് അനാവശ്യമാണോ? ഈ 2 കക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങളുടെ പ്രശ്നം ഇതിൻ്റെ പേരിൽ ഇടതുമുന്നണി വിളിക്കാൻ വൈകാൻ പാടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 8 പാർട്ടികൾക്ക് MLAമാരില്ലെന്ന് ഓർക്കണം. അത്തരം ഒരവസ്ഥയിലാണ് ഇടതുമുന്നണി കടന്നു പോകുന്നത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇത് അധികാരം ഉണ്ടായിരുന്നെങ്കിലോ? നിസ്സാരമായ ഒരു സ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹം അത് ഇടതുമുന്നണിയെ മൊത്തത്തിൽ ബാധിക്കുന്നു എന്നുള്ള ഒരു വിമർശനമാണ് RJDയുടെ സെക്രട്ടറി ജനറലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. മുന്നണി യോഗം പോലും ചേരാനാകാത്ത വിധത്തിലുള്ള പ്രതിസന്ധി ഇടതുമുന്നണിക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്കും അത് അവമതിപ്പുണ്ടാകുന്നു. ആ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഘടകകക്ഷികൾക്കുണ്ടാകുന്ന അപമതിപ്പ്, അവർക്കുണ്ടാകുന്ന അതൃപ്തിയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. RJD ഈ കാര്യത്തിൽ CPMനൊപ്പം എന്നുള്ള അവരുടെ സ്റ്റാൻഡാണോ ഇപ്പോൾ ക്ലിയർ ആക്കുന്നത്? RJDയുടെ സെക്രട്ടറി ജനറൽ മുന്നോട്ട് വെക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മുന്നണിക്കകത്താണ് പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിൽ വലിയൊരു തോൽവി നേരിട്ടതിന് ശേഷം ഇതുവരെ ഇടതുപക്ഷ മുന്നണി യോഗം ചേർന്നിരിക്കുന്നത് ഒരു പ്രാവശ്യം മാത്രമാണ്. ഇന്ന് ജൂലൈ 15 ഒരു യോഗം വിളിച്ചിരുന്നു, അതും ചേർന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വെക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് ഇടപെടാൻ സാധിക്കുന്നില്ല. ഒത്തുചേർന്ന് ഇടപെടേണ്ട സ്ഥാനത്തൊന്നും തന്നെ ഇടപെടാൻ സാധിക്കുന്നില്ല. ഈ ഒരു തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്, ഇതിൽ CPI എടുക്കുന്ന ഒരു നിലപാട്. CPMനോട് പറയുകയാണ് ഈ ഇപ്പോൾ നിലവിലുള്ള സ്ഥാനങ്ങളൊക്കെ തന്നെ പങ്കിടണമെന്ന്. പക്ഷേ
CPI അത്തരം പങ്കിടലുകൾ നടത്താറുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം. അതിൽ അദ്ദേഹം ഒരു ഉദാഹരണവും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ മൂന്നാമത്തെ കാര്യം ഇദ്ദേഹം പങ്കുവെക്കുന്ന ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു സ്ഥാനമാണിത്. നിയമസഭയ്ക്കുള്ളിൽ ഒരു മുറി ലഭിക്കും എന്നുള്ളതല്ലാണ്ട് യാതൊരുവിധ പ്രത്യേകതകളും ഇല്ലാത്ത അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു സ്ഥാനമാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തിന് ഇത്രയും മാത്രം കലഹം ഉണ്ടാക്കണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു രൂക്ഷ വിമർശനത്തിലേക്കാണ് RJD കടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൃത്യമായ അഭിപ്രായം ഉണ്ടാവണം. മുന്നണി ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ